അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോട്ടപ്പയർ ഉപയോഗിച്ച് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയാട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ തടി കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ 2 തക്കാളി തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച കോട്ടപ്പയർ ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. 1 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം വേണ്ടി വരും ഈ പയർ വേവാൻ. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഒരുപാട് സമയമൊന്നും വേവിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വീണ്ടും വേവിക്കുക. പയറിൻ്റെ ഈ പച്ച കളർ മാറിപ്പോവാതെ നോക്കണേ. ഇപ്പോൾ പയർ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ലാസ്റ്റ് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യണേ. Thanks for watching.